എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. യെസ്. ടൈല് നന്നായിട്ട് കറങ്ങിയുള്ളത് കറങ്ങിക്കോളും. കഴിയുമ്പോൾ നന്നായിട്ട് കറങ്ങിക്കോളും അല്ലേ? കറക്കാം, എല്ലാവർക്കും കറക്കാം. എന്താ ചോദ്യം മനസ്സിലായില്ല, ഒന്നുകൂടി പറഞ്ഞു. ചോദ്യമായിരുന്നില്ല, ആണല്ലേ? ഉത്തരമായിരുന്നു അല്ലേ? വലിയൊരു മറുപടിയായിരുന്നു. എടുക്കടാ സാധനം. അന്വേഷിപ്പിൻ കണ്ടെത്തും. നമ്മുടെ എനിക്കൊരു കാര്യം പറയാം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ളതല്ലേ ഇതിന്റെ പേര്? തീർച്ചയായിട്ടും. അന്വേഷിച്ചാൽ കണ്ടെത്തും എന്നുള്ളതല്ലേ? ഇത് എനിക്കിപ്പോ അതിൽ വിശ്വാസം പോയി. ഇന്നലെ കുറെ അന്വേഷിച്ചു നോക്കിയില്ലേ? നേരെ അന്വേഷിച്ചെന്ന് അറിയോ? കണ്ടെത്തിയില്ല. അത് വീണ്ടും അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത് തന്നെയല്ല അതിന്റെ പേരും. അന്വേഷിപ്പിൻ കണ്ടത് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇന്ന് വരും, ഇന്ന് ഉച്ചയ്ക്ക്, ഇന്ന് വൈകുന്നേരം വരും, 5 മണിയാകുമ്പോ എത്തും. കുറെ ക്ഷമയൊക്കെ ചോദിച്ചൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവര്. എന്തായാലും ഇന്നലെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ 7 മണിക്ക് വരും എന്നുള്ളതായിരുന്നു ഇവരുടെ അനൗൺസ്മെന്റ്. കാത്തിരുന്നു ഒരുപാട്. പിന്നെ വരില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ രാത്രി എപ്പോഴെങ്കിലും കയറി വരും എന്നുള്ളതാണ് നമ്മൾ കരുതിയോണ്ടിരുന്നത്. അതൊരു സത്യം കേട്ടോ. പക്ഷെ അതിന് മറികടന്ന് അത് പോസ്റ്റ്പോൺ ചെയ്ത് ഇന്ന് 5 മണിക്കാക്കിയിട്ടുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും. നീ ഒന്ന് അന്വേഷിക്കണ്ടോ? നമുക്കൊക്കെ മുന്നിലോട്ട് ഞാനങ്ങ് വരുന്ന അത്ര അന്വേഷിച്ച് അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് തന്നെയാണോ അവര് അങ്ങനെ ചെയ്തത്? ആയിരിക്കും. അവര് അന്വേഷിക്കട്ടെ എന്ന് കരുതിയിട്ട്. തീർച്ചയായിട്ടും. പേരിന്റെ ആ ഒരു ഇത്, ഒരു വൈബ് എത്താൻ വേണ്ടിയിട്ട്. അതെ. അടുത്ത കിഴി കടകൻ. ഹൈ, നമ്മുടെ നാട്ടുകാർ ചെയ്യുന്ന സിനിമയാണല്ലോ കടകൻ. കടകൻ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. മണൽ മാഫിയും കാര്യങ്ങളൊക്കെയാണെന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഹക്കീം ഷാ ആളാണ് നായകൻ. സിനിമയുടെ വിതരണം എടുത്തിരിക്കുന്നത് വേഫെയർ ഫിലിംസ് ആണ് കേട്ടോ. അതാണ് ഇതിൽ എടുത്തു പറയാനുള്ളത്. വേഫെയർ ഫിലിംസ്. ആളുടെ എന്തോ പറയാൻ വന്നായിരുന്നല്ലോ ഹക്കീം ഷായുടെ ഒരു ആക്ഷൻ സിനിമ. കൊള്ളാം, വരട്ടെ. ആളും മുന്നോട്ട് വരട്ടെ ഹക്കീം ഷാ. അതെ. കണ്ടകൻ. അടുത്തത് സർദാർ 2. നമ്മുടെ കാർത്തി, പേര് മറന്നു പോവാട്ടോ. കാർത്തി നായകനായ സിനിമയായിരുന്നു സർദാർ. സർദാറിന്റെ 2ാം ഭാഗം വരുന്നു. ഫെബ്രുവരി 2-ന് സിനിമയുടെ ഷൂട്ട് തുടങ്ങും. ഓക്കെ. റാഷി ഖന്നയാണ് നായികയായിട്ട് വരുന്നത്. കുട്ടിയാണല്ലോ, ഭയങ്കര കോമ്പറ്റീഷൻ. തമന്നയും റാഷി ഖന്നയും ആണോ? എനിക്ക് വേണ്ടി എനിക്ക് വേണമെന്ന് തമന്ന വിട്ടുതരില്ല. എനിക്ക് വേണമെന്ന് റാഷി ഖന്ന ആണല്ലേ? അല്ല, അവരിനി മത്സരിക്കുകയാണെങ്കിൽ അവരവിടെ നിന്ന് മത്സരിച്ചോട്ടെ. യെസ്. അടുത്ത കിഴി തങ്കമണി. നമ്മുടെ ദിലീപ് നായകനാവുന്ന തങ്കമണി സിനിമയുടെ റിലീസ് ഡേറ്റ് ഏതാണ്ട് ഫെബ്രുവരി 22-നായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. രതീഷ് രഘുനന്ദൻ സിനിമ സംവിധാനം ചെയ്യുന്നത് ആളാണ്. നമ്മുടെ ഉടൽ എന്ന സിനിമ ഒരുക്കിയത് കേട്ടോ. അതിനൊരു വൈബ് ഉണ്ടാവും. വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു കേട്ടോ ഉടലല്ലേ. അടുത്തത് മലയാളി ഫ്രം ഇന്ത്യ. നിവിൻ പോളി നായകനാവുന്ന സിനിമയുടെ ഫൈനൽ ഷൂട്ട് വരെ കഴിഞ്ഞിട്ടുണ്ട്. പാച്ച് വർക്കും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ട്. മെയ്യിലേക്കാണ് സിനിമ റിലീസിനായിട്ട് പ്ലാൻ ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഡിജോ ജോസ്. യെസ്. അതിന്റെ പ്രൊമോ വീഡിയോ അതൊരു രക്ഷയില്ലായിരുന്നു. അത് മതി അല്ലേ? അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ആ വീഡിയോ. അതെ, സിനിമക്ക് കാത്തിരിക്കാനുള്ളത് അതിലുണ്ട്. ഓക്കെ. അടുത്ത കിഴി NBK 109 ചിത്രത്തില് നമ്മുടെ ബോബി ഡിയോൾ ഓൺ ബോർഡ്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ബോബി കൊല്ലി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ബോബി ഡിയോൾ വില്ലൻ. ബോബിമാര് തകർക്കട്ടെ. എന്തായാലും മറ്റൊരു കാര്യമുണ്ട്, അതായത് റൂമറാണ്, ഏതാണ്ട് ദുൽഖർ സൽമാൻ ഇതിൽ ഒരു വേഷം ഉണ്ടാവും എന്നുള്ളതിന്റെ സൂചന തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. തെറ്റാണെന്ന രീതിയിൽ വീണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണല്ലേ? നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അഭിനയിക്കുന്നുണ്ടെന്നുള്ള കാര്യം. എന്തായാലും വരട്ടെ. നമ്മൾ ജസ്റ്റ് അറിഞ്ഞു, ഒരാൾ പറഞ്ഞു, അതുകൊണ്ട് ജസ്റ്റ് അങ്ങ് പറഞ്ഞെന്നുള്ളൂ, അല്ലാതെ അപ്ഡേറ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ. അല്ലു അർജുൻ നെക്സ്റ്റ് മൂവി ഒരു പീരിയോഡിക്കൽ സിനിമയായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ബോയപതി ശ്രീനുവാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അല്ലു അരവിന്ദാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെ. അനിരുദ്ധോ തമനോ ആയിരിക്കും സിനിമയുടെ മ്യൂസിക്കും ചെയ്യുക എന്നാണ് കേൾക്കുന്നത്. സെപ്റ്റംബറിൽ ഷൂട്ടും തുടങ്ങും. അപ്പോൾ ഏകദേശം ഞങ്ങൾ അടുത്ത നാഷണൽ അവാർഡ് കൊണ്ടുള്ളതാണ്.
ഏത് സിനിമ ചെയ്താലും പോസിറ്റീവ് എനർജി ഉണ്ടോ നാഷണൽ അവാർഡ് കൊണ്ടുവരും. വേറെ സിനിമയിലെ വേറെ പുഷ്പക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ തീർച്ചയായും ഇതിനും ഞങ്ങൾ വാങ്ങും. പുഷ്പയിലെ ആളെ അല്ല നമുക്ക് ഇനിയിപ്പോ അങ്ങനെ അധിക്ഷേപിക്കാനും പറ്റില്ല. ആളുടെ ക്യാരക്ടർ, ആളുടെ മാനറിസങ്ങള് അതൊന്നും ആളതിനകത്ത് വിടാതെ അത് നമുക്ക് അംഗീകരിക്കാണ്ടിരിക്കാനും പറ്റില്ല. നാഷണൽ അവാർഡിന് അത് നാഷണൽ അവാർഡിനുള്ള മോഡലുണ്ടോ ഇല്ലയോ എന്നല്ല എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അതായത് പുഷ്പ എന്ന സിനിമയില് അല്ലു അർജുൻ ഒരു നടനായിട്ട് ഫീൽ ചെയ്തു. അതായത് വേറെ രീതിയിൽ വേറെ ആളായിട്ട് ഫീൽ ചെയ്തു, അത്രേ ഉള്ളൂ. അതായത് ഇന്ത്യയില് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്, അത് മലയാളത്തിൽ അതൊരു സത്യം. ഞാനും പറഞ്ഞത് അതേ ഉള്ളൂ. ആള് ചെയ്ത ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അല്ലാണ്ട് അതിന് അവാർഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിന്റെ കിട്ടിയത് എന്തുകൊണ്ടാന്നുള്ളത് അതെല്ലാവർക്കും അറിയാം. ജീവിക്ക് എങ്ങനെ ഇപ്പൊ മറ്റേ പത്മവിഭൂഷൺ കിട്ടിയത് പത്മഭൂഷൺ അല്ല, അതിന് പത്മവിഭൂഷൺ ആയിരിക്കും. പത്മഭൂഷൺ ഇപ്പടുത്ത് കിട്ടിയിട്ടുള്ളൂ. എന്തുകൊണ്ട് കിട്ടി? അതുപോലെ തന്നെയാണ് അല്ലു അർജുനും കിട്ടിയിട്ടുള്ളത്. അടുത്ത കീഴി എന്താണ് എത്ര സമയം നടക്കെടുക്കുക? അത് അഹങ്കാരത്തിന്റെ തളപ്പ്. അത് ഈ തള്ളവരിൽ നിന്ന് അങ്ങ് കയറി വരണം തലയിലേക്ക്, അതിനുള്ള സമയമാണ്. ഓക്കെ, തല അജിത്, ദളപതി വിജയ്, ഇവരുടെ ഒരൊറ്റ പ്രൊജക്ട് വരുന്നു. എന്ത് തോന്നുന്നു? അത്ഭുതം തോന്നില്ലേ? ഇല്ല, തലയും ദളപതിയും ഒരുമിക്കുന്നു. എനിക്ക് വലിയ അത്ഭുതം തോന്നിയിട്ടുണ്ട്. നിനക്കറിയാലേ കാര്യം. ഓക്കെ, ഇവര് ഒരുമിക്കുന്നുണ്ട്. 2 പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ്. രണ്ട് സിനിമയാണ്. അതായത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. നിനക്കറിയാലേ കാര്യം. ഓക്കെ, മൈത്രി മൂവി മേക്കേഴ്സ്, ഇവരുടെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമകൾ 2 എണ്ണം. അതായത് ഇവര് ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് വിജയും മറ്റത് അജിത്തിന്റെ സിനിമ. അല്ലാണ്ട് രണ്ടുപേരും ഒരുമിച്ചല്ല കേട്ടോ. അതായത് പ്രൊഡക്ഷൻ അങ്ങനെയുള്ള രീതിയിൽ റൂമറുകൾ. അത് പ്രൊഡക്ഷൻ ഹൗസ് ഒന്നാണെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. രണ്ട് സിനിമ തന്നെയാണ്. അപ്പൊ 2 സിനിമന്റെ പവർ ആയതിന് ഒറ്റ സിനിമയാണെങ്കിൽ ഒന്നേ കിട്ടുള്ളായിരുന്നു. ആ കിഴിന്റെ ഒരു വലുപ്പം കൂടിയ ഞാൻ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ഇത് 2 സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പത്തേക്ക് അത് 2 കിഴിയായി മാറി. എന്തൊരു കഷ്ടമാണ്. അടുത്തത് ജയ് ഗണേഷ്. നമ്മുടെ ഉണ്ണി മുകുന്ദൻ നായകനാവുന്ന സിനിമ. അടുത്തതും മണക്കുന്നുണ്ട്. എന്തായാലും സിനിമയുടെ സിനിമ നമ്മളൊരു സൂപ്പർ ഹീറോ സിനിമയായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ സൂപ്പർ ഹീറോ സിനിമ അല്ല, ഒരു എന്താ പറയാ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഫുൾ ടൈം വീൽ ചെയറിലിരിക്കുന്ന ക്യാരക്ടറായിട്ടാണ് ഉണ്ണി മുകുന്ദൻ വരുന്നത്. ഒരു കാർട്ടൂണിസ്റ്റ് അല്ലേ? അതെ. അപ്പൊ നമ്മള് ഈ മാവീരൻ അതുപോലുള്ള നമ്മളന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കണ്ടിട്ട് അതിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്ററൊക്കെ കണ്ടിട്ട് അങ്ങനെയായിരുന്നു കേട്ടത്. തെറ്റാണ്. അത് അവർ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ? അല്ലെങ്കിൽ ആ രണ്ടാമത്തെ പോസ്റ്ററിലൊക്കെ മറ്റേ ഒരു മുസൽമാൻ വന്ന് പുറകിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം കിട്ടില്ലായിരുന്നു? ആളുടെ ഉള്ളിലുള്ള ആ ഒരു സൂപ്പർ ഹീറോ. അതായിരിക്കും. അത് ആള് വരയ്ക്കുന്നതാണ് പുറത്ത്, എനിക്ക് തോന്നുന്നു. അതായത് ആള് കാർട്ടൂണിസ്റ്റ് അത്രേ ഉള്ളൂ. പക്ഷെ ഇതിലെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ആള് ഇറങ്ങിത്തിരിക്കുന്നു, ആള് അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. അപ്പോൾ ആള് സൂപ്പർ ഹീറോ ആയി, അത്രേ ഉള്ളൂ. അല്ലാതെ എക്സ്ട്രാ പവറുള്ള ഒരു സൂപ്പർ നാച്ചുറൽ സൂപ്പർ ഹീറോ അല്ല. അടുത്ത കിഴി വാട, മമ്മൂട്ടി ഇൻ യങ്ങർ ലുക്ക്. അതായത് ആള് 30 വർഷം മുമ്പുള്ള ലുക്കിൽ ഒരു സിനിമയിൽ വരുന്നു എന്നുള്ള സൂചന നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ തന്നിട്ടുണ്ട്. ഏത് സിനിമയിലാണെന്നുള്ളത് അത് നമുക്ക് അറിഞ്ഞൂടാ. ബി ഉണ്ണികൃഷ്ണൻ്റെതായി ഇനി വരാൻ പോകുന്ന 2 സിനിമകളാണുള്ളത്. ഒന്ന് ദേവദത്ത് ഷാജി, അതായത് നമ്മുടെ ഭീഷ്മപർവം സ്ക്രിപ്റ്റ് എഴുതിയ ആള്. പിന്നെ മറ്റൊന്ന് മമ്മൂട്ടിയുടെ തന്നെ ഒരു സിനിമ എഴുതിയ ഒരാളുണ്ട്. അത് നമ്മൾ പറയുന്നില്ല, അത് ആരാണെന്നുള്ളത് പറയുന്നില്ല. വമ്പൻ ഹിറ്റായ ഒരു മമ്മൂട്ടി ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ ആളുടെ കൂടെയും ബി ഉണ്ണികൃഷ്ണൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതിലാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. അത് ഏതാണെന്നുള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും അതോ ഇനി വേറൊരു സിനിമയെ കുറിച്ച് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതാണോ അറിയില്ല. ചിലപ്പോ അങ്ങനെ ആവാട്ടോ. നമുക്ക് തമ്മിലുള്ള ഇവരുള്ള സംസാരത്തിന്റെ ഇടയ്ക്ക് അറിഞ്ഞതായിരിക്കാം ചിലപ്പോൾ. എൻ്റെ ഒരാള് രീതിയിൽ ഇത് അനുമതി കൊടുത്തു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള രീതിയിൽ എന്താ യങ്ങറാക്കി കാണിക്കാൻ അനുമതി കൊടുത്തു എന്നുള്ളതാണ്. ഇതൊരു ഫ്ലാഷ് ബാക്ക് സീനാണെന്നുള്ളതാണ്. 4 ഷോട്ടുകൾ മാത്രമേ ഈ ഒരു ഇതിൽ ഈ ലുക്കിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും നോക്കാം. അടുത്ത കിഴി കൊണ്ടുപോടാ, ഒന്ന് തുറന്നോട്ടെ, അതിനുള്ള അനുഭവം തരും. ഞങ്ങൾക്ക് അതിനുള്ള സമയമില്ല. പ്രിയദർശൻ നെക്സ്റ്റ് മൂവി. നമ്മുടെ ലാലേട്ടൻ നായകനായി വിനീത് ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റിൽ പ്രിയദർശൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയായിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ.
ഏകദേശം അത് ലാലേട്ടൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അടുത്തത് പ്രിയദർശന്റെയും സത്യനന്ദിക്കാടിന്റെയും കൂടെ സിനിമയുണ്ടെന്നുള്ള കാര്യം. അതെ. അപ്പം ഇത് കൺഫേം ആയിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കണം. വിനീത് ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് ചെയ്തതാണെങ്കിൽ പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അടുത്ത കിഴി നീ തീർന്നടാ, നീ തീർന്നു. ഏതാ ഞാനാണ് വായിച്ചില്ലല്ലോ. കൽക്കി. ആ കൽക്കി എന്നാ പോയിട്ട് വരാം. അല്ല മൊത്തത്തിൽ എടുത്തങ്ങ് കൊണ്ടുവന്നിട്ട് പിന്നെ കൽക്കി 2898. അത് എത്രയെങ്കിലും ആയിക്കോട്ടെ, കാര്യം പറഞ്ഞാൽ എന്തായാലും കാര്യമാണ്. നാഗശ്വിൻ നമ്മുടെ ദീപിക പദുക്കോണിന്റെ ക്യാരക്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മെയിൻ സ്ട്രീം നടിമാർ ഇതുവരെ ചെയ്യാത്ത ഒരു ഐറ്റാണ് ഇതിലെന്നുള്ളതാണ്. ഈ ക്യാരക്ടർ എല്ലാവരും കാണാൻ എനിക്ക് ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഇതിലൊരു സസ്പെൻസ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് എന്നുള്ളതാണ് ആൾ ചെയ്യുന്നതിൽ. അത്രത്തോളം മികച്ച അഭിപ്രായം ആ ക്യാരക്ടറിന് കിട്ടും എന്നുള്ളതാണ് നാഗശ്വിൻ പങ്കുവച്ചിരിക്കുന്ന കാര്യം. നാഗശ്വിൻ ഇത് പറയാൻ തോന്നിയത് നന്നായി, ഇതെനിക്ക് കിട്ടാനും. അല്ല ഞാൻ അതൊന്നും അല്ല ആലോചിക്കുന്നത്, ഇതൊക്കെ പറയാൻ തോന്നിക്കഴിഞ്ഞിട്ട് ഈ പറയുന്നവരുടെയൊക്കെ അവസ്ഥ ഇപ്പത്തെ ഭയങ്കര മോശമാണ്. അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അത് ശരിയാണ്. വിശ്വാസം എല്ലാരും അങ്ങനെ തന്നെയാണ്. എല്ലാരും അവരുടെ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഈ സിനിമ വരുന്നതിന് മുന്നേ ഇതൊക്കെ പറയുന്നത്. പക്ഷെ പറഞ്ഞ് പുറത്ത് വന്നു കഴിയുമ്പോഴല്ലേ പറയാതിരിക്കുന്നല്ലേ. പിന്നല്ലാണ്ട് അല്ലെങ്കിൽ ഇതിപ്പോ ഹൈപ്പിന് എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നാമത് കൽക്കി എന്ന് പറഞ്ഞ സിനിമ, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നടന്മാര്. പിന്നെ പോരാത്തതിന് ഉലകനായകൻ കമൽഹാസൻ, അമിതാഭ് ബച്ചൻ, ഇതൊക്കെ പോരെ ഈ സിനിമേന്റെ ഹൈപ്പിന്. ഇതിനെ കുറിച്ച് ഒരു വാക്കും മിണ്ടാണ്ടിരിക്കാൻ മതി, അതാണ് ഏറ്റവും നല്ലത്. വന്നു കഴിഞ്ഞിട്ട് ഞെട്ടണ ആൾക്കാർ, അല്ലാണ്ട് അതിന് മുന്നേ ഞെട്ടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ കളക്ഷനാണ്. പിന്നെ നമ്മുടെ എന്തായിരുന്നു ആളുടെ പേരും മറന്നുപോയല്ലോടെ ആളിയാ, അനുരാഗ് കശ്യപ്. അനുരാഗ് കശ്യപ് സിനിമയെ കുറിച്ച് പറഞ്ഞത് നമുക്കറിയാലോ. സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ലാലേട്ടൻ തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അനുരാഗ് കശ്യപ് ആണ് സിനിമ കണ്ടതിന് ശേഷം ഹിന്ദിയിൽ ഡബ് ചെയ്തിരിക്കുന്നത് ലാലേട്ടന് വേണ്ടിയിട്ട് അനുരാഗ് കശ്യപ് ആയിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആള് പറഞ്ഞത് നേരിട്ട് വിളിച്ചറിയിച്ചു. അതെ, അത്രയും വേറെ ലെവൽ സിനിമയാണെന്നുള്ളത് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ ആള് കൊച്ചിയിലെത്തിയിട്ടുണ്ടായിരുന്നു. ആള് പറഞ്ഞത് വ്യൂവേഴ്സിന്റെ പ്രശ്നമാണ്, അല്ലാതെ LJPയുടെയും ലാലേട്ടൻ്റെയും അല്ല, ഇത് വളരെ മികച്ചൊരു സിനിമയാണെന്നുള്ളതാണ് ആള് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ കളക്ഷൻ, അടുത്ത കളക്ഷൻ നീ വിട്ടുപോയോ? ഞാൻ അതിൽ നിന്ന് മാറിപ്പോയി, ആള് പറഞ്ഞതിലേക്ക് പോയായിരുന്നു. പിന്നെ അത് പോട്ടെ, അത് ആളുടെ അഭിപ്രായം അത്രേ ഉള്ളൂ. എന്താണെങ്കിലും ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത് കേരള 5.85 CR ആണ് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതെ, ഇത് നമുക്ക് അത്ര ഉറപ്പുള്ള ഇതൊന്നും അല്ല, ഏകദേശം ഉള്ള കണക്ഷനാണ് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ തട്ടിക്കളിക്കുന്ന കളക്ഷൻ റിപ്പോർട്ട് ഇങ്ങനെയൊക്കെയാണ് റൂമേഴ്സ് പ്രകാരം. രണ്ടാമത്തെ ദിവസം വന്നിരിക്കുന്നത് 2.50 CR ആണ്. ടോട്ടൽ വന്നിരിക്കുന്നത് 8.35 CR ആണ് കേട്ടോ, 2 ദിവസം കൊണ്ട്. കേരളത്തിൽ മാത്രമാണ്, വേൾഡ് വൈഡ് അല്ല പറയുന്നത്, കേരളത്തിൽ മാത്രം. കേരളത്തിൽ അല്ലാതെ വേൾഡ് വൈഡ് ഫസ്റ്റ് ഡേ 12 സംതിങ് എന്തോ ആണ് വേൾഡ് വൈഡ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് ഡേ അറിഞ്ഞൂടാ. എന്താണെങ്കിലും വരട്ടെ, ഗംഭീരമാവട്ടെ. നമുക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. പോയി കാണുക, സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും. തീർച്ചയായിട്ടും അത് ഭയങ്കര കോമഡിയാണ് കേട്ടോ. അതായത് നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങളോടുകൂടി കാണാൻ പറയുന്നു. അത് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പീനിയൻ അല്ലേ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ. അഭിപ്രായം പറയുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം വ്യക്തി വൈരാഗ്യമാണ്, സൂക്ഷിച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബൈ.